സെലക്ഷൻ ടൂൾ ഫാമിലിയിലെ മറ്റൊരു അംഗമാണ് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എന്ന് പറയുന്നത്. എലിപ്റ്റിക്കൽ മാർക്ക് ടൂളിന് വേണ്ടിയിട്ട് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് അല്പനേരം മൗസ് അതിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഒരു ഫ്ലയർ പുറത്തേക്ക് വരും. ഈ ഫ്ലയറിൽ കൂടുതൽ ടൂളുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ടൂൾ ആക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ് റെക്ടാങ്കുലർ മാർക്കി ടൂള്. അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ചെറിയ ഡോട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ആക്റ്റീവ് ടൂൾ ആണെന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇതിൽ സെലക്ട് ചെയ്തുകൊണ്ട് എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സെലക്ഷനാണ് ഇതുകൊണ്ട് സാധ്യമാവുന്നത്. മാർക്കി ടൂളിൽ രണ്ടാമത്തെ ടൂളായിട്ടുള്ള ഈ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ റെക്ടാങ്കിൾ മാർക്കി ടൂൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. റെക്ടാങ്കിൾ മാർക്കി ടൂളിന് നമ്മൾ സ്വീകരിച്ച പ്രോപ്പർട്ടികളെല്ലാം തന്നെ ഒരേപോലെ ഇവിടെ എലിപ്റ്റിക്കൽ മാർക്കി ടൂളിനും ഉപയോഗിക്കാനാവുന്നതാണ്. മറ്റു ചില സംഗതികൾ കൂടി എലിപ്റ്റിക്കൽ ടൂളിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ റെക്ടാങ്കിൾ മാർക്കി ടൂളിനും ഒരുപോലെ സാധ്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. വഴി അത് പറയുന്നുണ്ട്. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കാം. ഏരിയ കവർ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. മറ്റ് ടൂളുകൾ അതേപോലെ തന്നെ ആഡ് ചെയ്യുന്നതിനും കുറയ്ക്കുന്നതിനും ഇന്റർസെക്ട് ചെയ്യുന്നതിനും ഉപയോഗപ്പെടുത്തി പരിശീലിക്കുക. ഇനി മറ്റൊരു സംഗതി പറയാനുള്ളത്, കീബോർഡിലെ കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ടാണ് സെലക്ഷൻ ഒഴിവാക്കുന്നത്. കൺട്രോൾ ഡി സെലക്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സെലക്ഷൻ നിലനിൽക്കുന്ന അവസരത്തിൽ എവിടെയെങ്കിലും റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പോപ്പ് മെനുവിൽ നിന്നും ഡി സെലക്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഏരിയ, അപ്പൊ ഇത്രയും സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ അല്പം നീക്കാനുണ്ടെങ്കിൽ സെലക്ഷൻ വിടാതെ തന്നെ ആ സെലക്ഷനെ അല്പം നീക്കണം എന്നുണ്ടെങ്കിൽ, അല്പം എന്നല്ല, നമുക്ക് മൂവ്മെന്റ് സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ സ്പേസ് ബാർ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സെലക്ഷനെ ആവശ്യാനുസരണം നീക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നീക്കാനായിട്ട് നമ്മുടെ മൗസ് പോയിന്ററിന്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ വിടാതെ വേണം സ്പേസ് ബാർ പിടിച്ച് നീക്കാനായിട്ട്. നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അല്പം നീക്കണം തോന്നിക്കഴിഞ്ഞാൽ, അല്പമല്ല നീക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പേസ് ബാർ പിടിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ സെലക്ഷനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം സ്പേസ് ബാർ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് സെലക്ഷൻ എക്സ്റ്റെൻഡഡ് ആവുന്നതും ചുരുങ്ങുന്നതും. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസിലൂടെ മനസ്സിലാക്കുക. മറ്റൊരു സംഗതി, ഇങ്ങനെ മൂവ്മെന്റ് റെക്ടാങ്കിൾ മാർക്കി ടൂൾ സെലക്ട് ചെയ്ത് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ ഈ മൂവ്മെന്റ്, അതായത് സ്പേസ് ബാർ പിടിച്ചുകൊണ്ടുള്ള മൂവ്മെന്റ് സാധ്യമാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന അവസരത്തിൽ ഏത് സെലക്ഷനാണോ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെലക്ഷന് ഉപയോഗിക്കുന്ന ഡ്രാഗിങ്, അതായത് ലെഫ്റ്റ് മൗസ് ബട്ടൺ അമർത്തി പിടിക്കുന്ന ആ അവസ്ഥ വിടാതെ, ഉപേക്ഷിക്കാതെ വേണം നമ്മൾ സ്പേസ് ബാർ അമർത്തി പിടിക്കേണ്ടത്. അതിന് ശേഷം മൂവ് ചെയ്യും. കണ്ടോ? ഇനി കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. എലിപ്റ്റിക്കൽ മാർക്കി ടൂള് സെലക്ട് ചെയ്തതിനു ശേഷം കറക്റ്റ് ഇതുകൊണ്ട് ഓവൽ ഷേപ്പും അതുപോലെ തന്നെ കറക്റ്റ് സർക്കിളും നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഇത് ഓവൽ ഷേപ്പാണ്, സർക്കിൾ അല്ല. എന്നാൽ സർക്കിൾ വരയ്ക്കുന്നതിന് നമ്മൾ ഇങ്ങനെ വരച്ചു തുടങ്ങിയതിന് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചാൽ അത് കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ സർക്കിളായിട്ട് മാറാവുന്നതാണ്. ഈ ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുന്ന അവസരത്തിൽ നമുക്ക് സ്പേസ് ബാർ പിടിച്ചുകൊണ്ട് അതിനെ വീണ്ടും നീക്കാവുന്നതാണ്. അതിനുശേഷം ആദ്യം മൗസ് ബട്ടൺ വിടുക, അതിനുശേഷം ഷിഫ്റ്റ് വിടുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് സെലക്ഷൻ സ്വീകരിക്കാവുന്നതാണ്. ഇതേ സംഗതി തന്നെ റെക്ടാങ്കിൾ ടൂളിലും സാധ്യമാണ്. അപ്പോൾ റെക്ടാങ്കിൾ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ചതുരമാണ്. അതിന്റെ എതിർവശങ്ങൾ തുല്യങ്ങളാണ്, എന്നാൽ എല്ലാ വശങ്ങളും തുല്യങ്ങളല്ല. എന്നാൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യങ്ങളാണ്, അതിനാണ് സ്ക്വയർ എന്ന് പറയുന്നത്. എല്ലാ സ്ക്വയറുകളും ചതുരങ്ങളാണ്, പക്ഷെ എല്ലാ ചതുരങ്ങളും സ്ക്വയറുകളല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഇത് സ്ക്വയർ വരയ്ക്കാനായിട്ട് വരച്ചു തുടങ്ങിയതിന് ശേഷം, മുൻപല്ല വരച്ചു തുടങ്ങിയതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ സ്ക്വയർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. കണ്ടോ?
അതേസമയം ആദ്യം ഷിഫ്റ്റ് പിടിച്ചതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് അഡീഷൻ ടൂൾ എന്നുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത് മുന്നേ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആവുമ്പോൾ ഇത് അഡീഷൻ എന്ന ഭാഗത്ത്, അപ്പോൾ മൗസ് പോയിന്ററിൽ ഒരു പ്ലസ് ചിഹ്നം വന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അഡീഷൻ ആണ് വരുന്നത്. എന്നാൽ സെലക്ഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷിഫ്റ്റ് കീ പിടിക്കുന്നതെങ്കിൽ അതിനെ കറക്റ്റ് സ്ക്വയർ ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. രണ്ടും നല്ല പരിചയത്തിലൂടെ സ്വീകരിക്കും. മറ്റൊരു സംഗതി പറയാനുള്ളത്, എലിപ്റ്റിക്കൽ ടൂളിനായാലും റെക്ടാങ്കിൾ മാർക്കി ടൂളിനായാലും ഒരു പ്രത്യേക പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ഈ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ എലിപ്റ്റിക്കൽ വരയ്ക്കുന്നതെങ്കിൽ ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയി പോകുന്നത്. എന്നാൽ ആ പോയിന്റ് ഈ റൗണ്ടിന്റെ സെന്റർ ആയിട്ട് ലഭിക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതായത് വരച്ച് തുടങ്ങിയതിന് ശേഷം, അതായത് എലിപ്റ്റിക്കൽ ടൂളോ റെക്ടാങ്കുലർ ടൂളോ വരച്ചു തുടങ്ങിയതിന് ശേഷം കീബോർഡിൽ ആൾട്ട് കീ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആൾട്ട് കീ ഞെക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നോക്കാം. അപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയിരിക്കുന്നത് ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താ പറയാ, ഈ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ആ സെലക്ഷൻ മാറിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് റെക്ടാങ്കിൾ മാർക്കി ടൂളിനും സംഭവിക്കുന്നത്. നമ്മൾ ഇവിടെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു മൂല തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും ആ മൂല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ വരയ്ക്കുന്ന അവസരത്തിൽ നമ്മൾ വരച്ച് തുടങ്ങിയതിന് ശേഷം കീബോർഡിൽ ആൾട്ട് കീ പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രത്യേക പോയിന്റിനെ സെന്റർ പോയിന്റ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് സെലക്ഷൻ വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടില്ലേ, കണ്ടോ? ഇങ്ങനെ ഒരു സ്കെയിലിംഗ് സാധ്യമാവുന്ന രീതിയിൽ നമുക്ക് സെലക്ഷനെ പരിവർത്തിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ സെലക്ഷൻ തുടങ്ങുന്നതിന് മുൻപാണ് ആൾട്ട് കീ പിടിക്കുന്നതെങ്കിൽ അത് സബ്ട്രാക്ട് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഞാനിവിടെ ആൾട്ട് കീ അമർത്തിക്കുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം ശ്രദ്ധിക്കാൻ, സെലക്ഷൻ ഉള്ളപ്പോൾ ആൾട്ട് കീ അമർത്തുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം നോക്കുക, കേട്ടോ. ആ കീ ഇങ്ങോട്ട് മാറുന്നത് നമുക്ക് വളരെ ശ്രദ്ധിക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സെലക്ഷൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ എന്താ പറയാ, ഈ കീസ് ഒക്കെ അമർത്തേണ്ടത്. അപ്പോഴാണ് യഥാവിധം അത് വർക്ക് ചെയ്യുക. നല്ലോണം പരിചയിക്കുക. ഓൾ ദി ബെസ്റ്റ്.